ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി കണ്ടാലോ. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പീസ് വെല്ലം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടി പോകണ്ട, 1 കപ്പ് മാത്രം മതിയേ. നമ്മൾ പച്ചരി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പച്ചരിയൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിതൊക്കെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചോറും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. തരിയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് അരച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം മെൽറ്റാക്കാൻ വേണ്ടി വെച്ച ആ ഒരു സമയത്ത് വെള്ളമൊക്കെ കറക്റ്റ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചെടുക്കണില്ല, 1 കപ്പ് മാത്രം മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഏകദേശം 1/4 കപ്പ് തേങ്ങ ഉണ്ടാവേ. നമ്മൾ നേരത്തെ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയേ, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മളെ മാവ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പായ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. വലിയ പായയില്ലേ, അതിട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളിതാ പായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് അടിക്കൊന്നും പിടിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് ആറിയിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിട്ട് ഇതാ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആട്ടോ. ഇതിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ചായൻ്റെ കൂടിയും വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.